107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് മെർക്കന്റലിസം, കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഓർ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആൻഡ് കമ്പാരേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, ഇവയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ബാക്കി തിയറീസ് ആയിട്ടുള്ള HO തിയറി, സ്റ്റോക്ക്ഡേൽ സാമുവൽസൺ തിയറി, റൈബ്സിൻസ്കി തിയറം, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ അല്ലെ, നമ്മുടെ ക്ലാസിക്കൽ ആൻഡ് ന്യൂ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന തിയറി ഏതാണെന്ന് നോക്കാം. അതായത് ആഫ്റ്റർ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആൻഡ് കമ്പാരേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, ദെൻ HO തിയറി. HO റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? H എന്ന് പറഞ്ഞാൽ ഹെക്ഷർ, എലി ഹെക്ഷറിനെയും ബെർട്ടിൽ ഒഹ്ലിൻ അവരുടെ നെയിമിന്റെ ഷോർട്ട് ആയിട്ടാണ് ഈ ഒരു തിയറി അറിയപ്പെടുന്നത്. അതായത് HO തിയറി മീൻസ് എന്താണ്? ഹെക്ഷർ, ഒഹ്ലിൻ ആൻഡ് ബെർട്ടിൽ, എലി ഹെക്ഷർ ആൻഡ് ബെർട്ടിൽ ഒഹ്ലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ചുരുക്കത്തിൽ HO തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കാം. ഇപ്പം നമുക്കറിയാം, നമ്മൾ കമ്പാരേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ reason or cause for the differences in relative commodity prices and comparative advantage between two nations എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കമ്പാരേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് എന്തിന്റെ ബേസിൽ വരുന്നു, ആ ഒരു കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജിന്റെ കോസ് എന്താണ്, റീസൺ എന്താണ് എന്നുള്ളതാണ് ഹെക്ഷറും ഒഹ്ലിനും ഈ ഒരു തിയറിയിലൂടെ അവതരിപ്പിക്കുന്നത്. Okay, we want to examine the effect of international trade on the earnings of labor as well as on international differences in earnings. ഇപ്പൊ നമുക്കറിയാം, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ രണ്ട് കൺട്രീസും ബെനിഫിറ്റഡ് ആവുന്നുണ്ട് എന്ന് നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിലും കണ്ടു, കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജിലും കണ്ടു. പക്ഷെ ഈ ട്രേഡിങ്, ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താവില്ല, ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലെ. ഏർണിങ്സ് എന്താവാം, ഡിഫറെന്റ് ആയിട്ട് മാറാം. ഈ ഏർണിങ്സിന്റെ ഡിഫറൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഹെക്ഷർ ഒഹ്ലിൻ തിയറിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ എന്താണ്, കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഏതിന് കാരണമായിട്ട് വരുന്നത്. കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിൽ വരുന്ന ഡിഫറൻസസ് ആണ് എന്നുള്ളതാണ്. അതായത് എല്ലാ ലേബേഴ്സിന്റെയും ഒരു ലേബർ, ഇപ്പം US ലേബറിന്റെ അതേ പ്രൊഡക്ടിവിറ്റി ആര് കാണിക്കില്ല, ഇന്ത്യയിലെ ലേബർ കാണിക്കില്ല. സെയിം ഇപ്പം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നുണ്ട്, റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ലേബർ കാണിക്കുന്ന അതേ പ്രൊഡക്ടിവിറ്റി ഒരു പക്ഷെ US ചൈനയിലോ കാണിക്കണമെന്നില്ല. അത്തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ് കൊണ്ട്, ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞു വെച്ചിട്ടുള്ളത്, നമ്മുടെ ഡേവിഡ് റിക്കാർഡോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ they did not explain such a differences in productivity except for possible differences in climate. അതുപോലുള്ള മറ്റു ചേഞ്ചസും ഇതിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസിനെ മാത്രമല്ല, അതുപോലുള്ള എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ് ഉണ്ടാവുന്നു, അതിനുള്ള റീസൺ എന്താണെന്നും ആര് പറഞ്ഞു വെക്കുന്നില്ല, നമ്മുടെ ഡേവിഡ് റിക്കാർഡോ പറഞ്ഞു വെക്കുന്നില്ല. അപ്പൊ അതിലൂടെയൊക്കെയാണ് ആര് സഞ്ചരിക്കുന്നത്, ഹെക്ഷറും ഒഹ്ലിനും കൂടെ സഞ്ചരിക്കുന്നത്. ഓക്കെ, Heckscher-Ohlin theory goes extending the trade model of the previous sections to examine the basis for comparative advantage and the effect the trade. ട്രേഡ് എന്ന് പറയുമ്പോൾ ടു നാഷൻസ് തമ്മിലുള്ള ട്രേഡ് ആണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ. ഈ നാഷൻസ് തമ്മിൽ എങ്ങനെയാണ് ഹെക്ഷർ-ഓഹ്ലിൻ എന്ന് ഹെക്ഷറും ഓഹ്ലിനും കൂടെ ചെയ്തു വെക്കുന്നത് എന്താണ്, അവര് ട്രേഡ് മോഡല് കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് സംഭവിക്കുന്നതിനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ട് കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് സംഭവിക്കുന്നു, അതിന്റെ ഈ രണ്ട് നാഷൻസും അത് ത്രൂ ഉണ്ടാക്കുന്ന ഏർണിങ്സ്, അതിന്റെ ഇഫക്റ്റ്, ഇവയിലൂടെയൊക്കെയാണ് ആര് പോകുന്നത്, ഹെക്ഷറും ഒഹ്ലിനും കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബെർട്ടിൽ ഒഹ്ലിന്റെയും എലി ഹെക്ഷറിന്റെയും ഈ ഒരു തിയറിയെ നമുക്ക് എന്ത് വിളിക്കാം, മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കാം. മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഒരു തിയറിയിലൂടെ സഞ്ചരിക്കാം. റിക്കാർഡോയുടെ സ്റ്റേറ്റിൽ, ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിന്റെ ബേസ് എന്തായിരുന്നു, ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ദി കമ്പാരേറ്റീവ് ഓർ റിലേറ്റീവ് കോസ്റ്റ് ഡിഫറൻസസ് എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഹൗ ദിസ് കമ്പാരേറ്റീവ് കോസ്റ്റ് ഡിഫറൻസസ് എമർജസ് അല്ലെ. ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്.
ഇവിടെ നിന്നാണ് HO തിയറി തുടങ്ങുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് സംഭവിക്കുന്നതിനുള്ള കാരണം ആഡം സ്മിത്ത് പറഞ്ഞത് എന്താണ്? അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്, അബ്സല്യൂട്ട് കോസ്റ്റ് ഡിഫറൻസസ് ആണ് എന്നുള്ളതാണ്. അതേസമയം ഡേവിഡ് റിക്കാർഡോ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിലേറ്റീവ് കോസ്റ്റിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്തുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ റിലേറ്റീവ് കോസ്റ്റ് ഡിഫറൻസസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ട് ഈ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നു? എന്തുകൊണ്ട് ഈ റിലേറ്റീവ് കോസ്റ്റ് ഡിഫറൻസസ് വരുന്നു? ഇന്ത്യയിലും ചൈനയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും US-ലും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ലേബേഴ്സിന്റെയും ഏർണിങ്സിന്റെയും ഒക്കെ ഡിഫറൻസസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിലേക്കാണ് ആര് പോകുന്നത്? HO തിയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു എക്സ്റ്റെൻസീവ് വേർഷൻ ആയിട്ട് നമുക്ക് ഏതിനെ കാണാനായിട്ട് സാധിക്കും? നമ്മുടെ ഈ ഒരു തിയറിയെ കാണാനായിട്ട് സാധിക്കും, HO തിയറിയെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഹ്ലിനും എക്ഷറും കൂടെ എന്താണ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പോകുന്നത്? The cause of these differences, the real cause behind the comparative advantage or relative cost difference. Relative cost difference ഇന്റെയും കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിന്റെയും ഒക്കെ പിന്നീടുള്ള റിയൽ കോസ് എന്താണ്, റിയൽ റീസൺ എന്താണ് എന്നതിലേക്കാണ് ആര് വിരൽ ചൂണ്ടുന്നത്? എലി എക്ഷറും ബെർട്ടിൽ ഒഹ്ലിനും കൂടെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവർ പറയുന്നത് നോക്കാം. Trade take place due to the different relative prices of different goods in different countries. അപ്പൊ ട്രേഡ് നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട്, ഡിഫറെന്റ് ഗുഡ്സ് ഉണ്ട്. ഈ ഡിഫറെന്റ് ഗുഡ്സിനും ഡിഫറെന്റ് പ്രൈസ് ആണ് ഓരോ കൺട്രീസിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വലിയ വിലയുള്ള ഒരു ഗുഡ് എന്ത് ചെയ്യും? ഇന്ത്യക്ക് ചൈനയെ ആശ്രയിക്കാം, US-നെ ആശ്രയിക്കാം, അല്ലെങ്കിൽ അതർ കൺട്രീസ് എവിടെയാണോ ഇന്ത്യനേക്കാൾ കുറവ് പ്രൈസ് ഉള്ളത് അവയെ എന്ത് ചെയ്യാം? ആശ്രയിക്കാം. ഈ പ്രൈസിലുള്ള ഡിഫറൻസസ് എങ്ങനെയാ വരുന്നത്? പ്രൊഡക്ടിവിറ്റി കോസ്റ്റിലുള്ള ഡിഫറൻസസ് കൊണ്ടാണ്. ലേബേഴ്സിന്റെ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ പ്രൊഡക്ടിവിറ്റിയിലുള്ള ഡിഫറൻസസ് കൊണ്ടാണ് എന്ത് ഡിറൈവ് ചെയ്ത് വരുന്നത്? പ്രൈസിലുള്ള ഡിഫറൻസസ് അറൈവ് ചെയ്ത് വരുന്നത് ആണല്ലോ. അപ്പൊ ഈ ഡിഫറൻസസ് ഇൻ ദി റിലേറ്റീവ് കോസ്റ്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ആണ് ഏതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്? ഇന്റർനാഷണൽ ട്രേഡിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇനി differences in factor prices are due to differences in factor endowments. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഫാക്ടർ പ്രൈസസിൽ മാറ്റങ്ങൾ വരുന്നു? എന്തുകൊണ്ട് ഫാക്ടർ പ്രൈസസിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിന് HO തിയറിയിലൂടെ എക്ഷറും ഒഹ്ലിനും കൂടെ കണ്ടെത്തിയിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ് എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫാക്ടർ എൻഡോമെന്റ്. ഫാക്ടർ എൻഡോമെന്റിലുള്ള ഡിഫറൻസസ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത്തരത്തിൽ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജും കോസ്റ്റ് ഡിഫറൻസസ് ഒക്കെ ഡിഫറെന്റ് കൺട്രീസിൽ ഡിഫറെന്റ് ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഫാക്ടർ എൻഡോമെന്റ് തിയറി. ഫാക്ടർ എൻഡോമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇപ്പം ലാബേഴ്സിനെ സംബന്ധിച്ച് US-ലുള്ള അതേ ലേബേഴ്സ്, US-ലുള്ള ലാബേഴ്സ് അത്രത്തോളം ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. US-നുള്ള ക്യാപിറ്റൽ അത്രത്തോളം ഇന്ത്യക്ക് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവൈലബിലിറ്റി, ഇത്തരത്തിലുള്ള ഫാക്ടർ എൻഡോമെന്റ് ആണ് ഏതിലേക്ക് നയിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് ഡിഫറൻസസിലേക്കും ഫാക്ടർ പ്രൈസ് ഡിഫറൻസസിലേക്കും അതുവഴി കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിലേക്കും അതുവഴി ഇന്റർനാഷണൽ ട്രേഡിലേക്കും ലീഡ് ചെയ്യിപ്പിക്കുന്നു. ഇനി നോക്കൂ, അപ്പം ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടു ഫാക്ടർ മോഡലാണ്. നമ്മൾ ഇതുവരെ കണ്ട അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലായാലും കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലായാലും നമ്മുടെ പ്രധാന അസംഷൻ എന്തായിരുന്നു? വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ലാബർ, അല്ലെ? ലാബർ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ കൊണ്ടായിരുന്നു പ്രൊഡക്ഷൻ നടന്നു പോന്നിരുന്നത്. പക്ഷെ ഈ ഒരു തിയറിയിലേക്ക്, മോഡേൺ തിയറി ആയിട്ടുള്ള ഫാക്ടർ എൻഡോമെന്റ് തിയറി ആയിട്ടുള്ള HO തിയറിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവർ അസ്യൂം ചെയ്യുന്നത് എന്താണ്? there are two factors of production. ഏതൊക്കെയാണ്? ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടു ഫാക്ടേഴ്സ് പ്രൊഡക്ഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ആസ് എ ഫാക്ടേഴ്സ് ഓഫ് എൻഡോമെന്റ്. ഫാക്ടർ ഓഫ് എൻഡോമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ കൺട്രിയിലും ഫാക്ടർ എൻഡോമെന്റ്, ലേബറിന്റെ എൻഡോമെന്റ് ഉണ്ടാവും, ക്യാപിറ്റലിന്റെ എൻഡോമെന്റ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഏതിലേക്ക് നയിക്കുന്നത്? ഈ ഒരു കോസ്റ്റ് ഡിഫറൻസസിലേക്കും അതുവഴി കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിലേക്കും ഒക്കെ നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഫാക്ടർ എൻഡോമെന്റിന്റെ ഡിഫറൻസസ് സംഭവിച്ചേക്കാം. ഇപ്പൊ നോക്കൂ, സം കൺട്രീസ് ഹാവ് എ പ്ലെന്റി ഓഫ് ക്യാപിറ്റൽ, അറ്റ് ദി സെയിം ടൈം others have an abundance of labor.
ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു ലേബർ അബണ്ടന്റ് കൺട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അവിടെ ലേബറിന്റെ അബണ്ടൻസ്, ലേബറിന്റെ അവൈലബിലിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു ക്യാപിറ്റൽ. അതേസമയം യു എസിലേക്ക് നോക്കൂ, യു എസിൽ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ലേബേഴ്സിന്റെ അവൈലബിലിറ്റി കുറവും ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി ഇന്ത്യനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ക്യാപിറ്റൽ ഉള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ യു എസിനെ നമുക്ക് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആയിട്ട് മുദ്ര കുത്താം, അല്ലെ? ഇന്ത്യയെ നമുക്ക് ലേബർ അബണ്ടന്റ് കൺട്രി ആയിട്ടും മുദ്ര കുത്താം. ഓക്കെ, നോക്കൂ, എക്ഷർ-ഓലിൻ തിയറം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഇനി വരുന്നതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോളും. എക്ഷർ-ഓലിൻ തിയറി എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ദാറ്റ് കൺട്രീസ് റിച്ച് ഇൻ ലേബർ will export labor intensive good and countries with plenty of capital will export capital intensive products. ഓക്കെ, നോക്കുക, ഈ ഒരു തിയറിയുടെ HO തിയറിയുടെ കോറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു ഫാക്ടർ എൻഡോമെന്റിൽ ഫാക്ടർ അബണ്ടൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഫാക്ടർ അബണ്ടന്റും ഫാക്ടർ എൻഡോമെന്റും എല്ലാ കൺട്രീസിനും ഒരുപോലെയല്ല. അപ്പൊ ഒരു കൺട്രി, ഏത് കൺട്രിയാണോ ക്യാപിറ്റലിൽ അബണ്ടന്റ് ആയിട്ടുള്ളത്, ക്യാപിറ്റൽ എൻഡോമെന്റ് കൂടുതലുള്ള കൺട്രിയെ നമുക്ക് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻഡോഡ് കൺട്രി എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ആ കൺട്രി ക്യാപിറ്റൽ ഗുഡ്സിൽ, ക്യാപിറ്റലിനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്ന പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിനെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന പ്രോഡക്ട്സ് ആണ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്ട്സ്. ഇപ്പൊ ക്യാപിറ്റൽ എൻഡോഡ് ആയിട്ടുള്ള, ക്യാപിറ്റൽ അബണ്ടന്റ് ആയിട്ടുള്ള കൺട്രീസ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്ട്സ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതേസമയം ലേബർ അബണ്ടഡ് ആയിട്ടുള്ള, ലേബർ അബണ്ടൻസ് കൂടുതലുള്ള, ലേബർ എൻഡോമെന്റ് കൂടുതലുള്ള കൺട്രീസ് എന്ത് ചെയ്യും? ലേബർ ഇന്റൻസീവ് ഗുഡ്സിൽ, അതായത് ലേബേഴ്സിനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ഓർ ലേബർ ഇന്റൻസീവ് കമോഡിറ്റീസ് ഓർ ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഏതിന്റെ കോർ എന്ന് പറയുന്നത്? HO തിയറിയുടെ കോർ ഓർ ഇറ്റ് ഈസ് ദി ഹേർട്ട് ഓഫ് HO തിയറി എന്ന് നമുക്ക് വിളിക്കാം. എന്താണ്? those countries who are rich in labor or will export labor intensive good, and those countries who are rich in capital they will export capital intensive commodities. ഓക്കെ, അപ്പൊ നമുക്കിനി HO തിയറിയുടെ കൂടുതൽ വേർഷനിലേക്ക് പോവാം. അതായത് എക്ഷർ-ഓലിൻ തിയറി എക്സ്പ്ലെയിൻ ദി മോഡേൺ അപ്രോച്ച് ടു ഇന്റർനാഷണൽ ട്രേഡ് ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് അസംഷൻസ്. അസംഷൻസ് ഇല്ലാതെ ഒരു തിയറിയെ പറയാൻ പറ്റില്ല, അല്ലെ? ഏതെങ്കിലും അസംഷൻസ് ബ്രേക്ക് ചെയ്യാൽ പിന്നെ ആ തിയറിക്ക് തന്നെ റിലവൻസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ HO തിയറി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അസംഷൻസ് എന്താണ്? ദർ ആർ ടു കൺട്രീസ്, കൺട്രി എ ആൻഡ് കൺട്രി ബി. നമ്മളെ മറ്റു തിയറീസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും രണ്ട് കൺട്രീസ് ആണുള്ളത്, കൺട്രി എയും കൺട്രി ബിയും. ദർ ആർ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലാബറും ക്യാപിറ്റലും. Then there are two goods, X and Y. X എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ട്, Y എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ട്. X ലാബർ ഇന്റൻസീവ് ഗുഡ് ആണെങ്കിൽ Y എന്തായിരിക്കും? ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആയിരിക്കും. Then country A is labor abundant country, country B is capital abundant or capital rich country. ഓർത്തിരിക്കുക, രണ്ട് കൺട്രീസ് ഉണ്ട്. ഒരു കൺട്രി ലേബർ അബണ്ടന്റ് കൺട്രി ആണ്, മറ്റൊരു കൺട്രി ലേബർ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്. കൺട്രി എ ഏതാണ്? ലേബർ അബണ്ടന്റ് കൺട്രിയും കൺട്രി ബി ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്. There is perfect competition in both the commodity and factor markets. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എല്ലാ ഫാക്ടർ മാർക്കറ്റിലായാലും കമ്മോഡിറ്റി മാർക്കറ്റിലായാലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെല്ലിംഗ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉള്ള ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഒക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ആണ് എവിടെ നിലനിൽക്കുന്നത്? ഫാക്ടർ മാർക്കറ്റിലായാലും കമ്മോഡിറ്റി മാർക്കറ്റിലായാലും നിലനിൽക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആണ്. ദർ ആർ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? ഇൻപുട്സ് എത്ര കൊടുക്കുന്നുവോ അതിനനുസൃതമായിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് 5% വർധനവ് ഇൻപുട്ടിൽ ഉണ്ടായാൽ 5% വർധനവ് ഔട്ട്പുട്ടിലും കാണാൻ പറ്റും.
അതുപോലെയുള്ള ഒരു പ്രൊഡക്ഷൻ ടെക്നിക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിട്ടേൺ ടു സ്കെയിൽ ആണ് പ്രൊഡക്ഷന്റെ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ്. മറ്റൊന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സീറോ ആണ്, അല്ലെങ്കിൽ നോട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്തുള്ള ഇറക്കുമതി കോസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയൊക്കെ സീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റിന് 10 രൂപയാണ്, അപ്പൊ ചൈന ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തണം. പക്ഷെ അങ്ങനെ എത്തുമ്പോൾ പൊതുവെ നമുക്ക് തോന്നും എന്താണ്, ഇവിടെ 10 രൂപ, അത് ചൈനയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടില്ലേ എന്ന് തോന്നും അല്ലെ. ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാവലിംഗ് കോസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതെന്ന്. പക്ഷെ ആ ഒരു കോസ്റ്റിന്റെ അഭാവമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതൊന്നും ഇല്ലാതെയാണ് ഈ തിയറിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, രണ്ട് സ്ഥലത്തും ഡിമാൻഡ് കണ്ടീഷൻ സെയിം ആണ്. ഇന്ത്യയിലുള്ള അതേ ഡിമാൻഡ് തന്നെ ആയിരിക്കും എവിടെയും നിലനിൽക്കുന്നത്, US-ലും അല്ലെങ്കിൽ അതർ കൺട്രിയിലും നിലനിൽക്കുന്നത്. ഡിമാൻഡ് കണ്ടീഷനൊക്കെ രണ്ടിടത്തും എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഇത്രത്തോളം 7ഓളം വരുന്ന അസംഷന്റെ ബേസിലാണ് ഈ ഒരു തിയറി നമുക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ട്രേഡ് ഒക്കർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം റിലേറ്റീവ് കമ്മോഡിറ്റി പ്രൈസസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ് ഫാക്ടർ പ്രൈസസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ് ഫാക്ടർ പ്രൈസസ് ആണ് എന്നുള്ളത് കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ നമ്മൾ കണ്ടുവച്ചിരുന്നു. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ടുള്ള കാരണമാണ് HO തിയറിയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതാണ് എന്ത്, ഫാക്ടർ എൻഡോവ്മെന്റ് എന്ന് പറയുന്നത്. ഫാക്ടർ എൻഡോവ്മെന്റിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. 2 കമ്മോഡിറ്റീസ് ഉണ്ട്, 2 ഫാക്ടർ മോഡൽ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ റിച്ച് കൺട്രിയും അത് ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയെ എക്സ്പോർട്ട് ചെയ്യുകയും ലാബർ റിച്ച് കൺട്രി ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോ സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഫാക്ടർ അബണ്ടൻസ് ആണ്, ഫാക്ടർ എൻഡോവ്മെന്റ് ആണ് ഫാക്ടർ പ്രൈസസിലെ ഡിഫറൻസസിന് കാരണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ്. ഇനി നമുക്ക് നോക്കാം പ്രൈസ് ക്രൈറ്റീരിയൻ ഓഫ് റിലേറ്റീവ് ഫാക്ടർ അബണ്ടൻസ്. എങ്ങനെയാണ് ഈ ഫാക്ടർ അബണ്ടൻസിനെ മനസ്സിലാക്കുന്നത്, അതിനുള്ള പ്രൈസ് ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കൂ, അക്കോർഡിംഗ് ടു ദി പ്രൈസ് ക്രൈറ്റീരിയൻ, എ കൺട്രി വിത്ത് റിലേറ്റീവ്ലി ചീപ്പ് ക്യാപിറ്റൽ ആൻഡ് ലാബർ റിലേറ്റീവ്ലി ഡിയർ is regarded as relatively capital abundant, irrespective of its ratio of total quantities of capital to labor compared with the other country. Okay, it is symbolically we can say that PK by PL of country A less than PK by PL of country B. അതായത് കൺട്രി എയും കൺട്രി ബിയും ഉണ്ട്. കൺട്രി എയില് PK by PL കുറവും PK by PL കൺട്രി ബിയിൽ കൂടുതലുമാണ്. PK എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. PK റെപ്രസെന്റ് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ, PL റെപ്രസെന്റ് പ്രൈസ് ഓഫ് ലേബർ. ഇവിടെ PK by PL റേഷ്യോ ചെറുതെന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രി എയിൽ PK by PL റേഷ്യോ ചെറുതാണ്. അതായത് ചെറുതാവണം എന്നുണ്ടെങ്കിൽ നോമിനേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാവണം അല്ലെ. അതായത് ലേബറിന്റെ പ്രൈസ് കൂടുതലും ക്യാപിറ്റലിന്റെ പ്രൈസ് കുറവുമായിരിക്കണം. അങ്ങനെയാണല്ലോ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് PL ഇസ് ലോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ പ്രൈസ് ഓഫ് ലേബർ കൂടുതലും പ്രൈസ് ഓഫ് ക്യാപിറ്റൽ കുറവുമാണെന്നാണ്. അതായത് ലേബർ ആണ് അവിടെ ചീപ്പസ്റ്റ് ഫാക്ടർ. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടറിനെയാണല്ലോ ഏറ്റവും കുറവായിട്ട് പ്രൈസ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഓഫ് ലേബർ എന്ന് പറയുന്നത് എവിടെ കുറവാണ്, കൺട്രി എയിൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ലേബറിന്റെ പ്രൈസ് കുറവാണെന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് ലേബേഴ്സ് അവൈലബിൾ ആണ്. ലേബേഴ്സിന്റെ അവൈലബിലിറ്റി, ലേബേഴ്സിന്റെ അബണ്ടൻസ്, ലേബേഴ്സിന്റെ എൻഡോവ്മെന്റ് എവിടെ കൂടുതലാണ്, കൺട്രി എയിൽ കൂടുതലാണ്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദാറ്റ് കൺട്രി എ ഈസ് എ ലേബർ അബണ്ടന്റ് കൺട്രി. അറ്റ് ദി സെയിം ടൈം നമ്മൾ കൺട്രി ബിയുടെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ PK by PL ratio is higher compared to country A. ഇവിടെ എന്താണ്, PL കുറവും നമ്മുടെ PKയുടെ കേസ് എടുത്താൽ PK എന്ന് പറയുന്നത് കൂടുതലും PL കുറവും ആണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ പ്രൈസ് കുറവും ലേബറിന്റെ പ്രൈസ് കൂടുതലുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ബിയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ
ക്യാപിറ്റലിന്റെ എബണ്ടൻസ് കൂടുതലാണ്. കാരണം അവിടെ ക്യാപിറ്റലിന്റെ പ്രൈസ് കുറവാണ്. ക്യാപിറ്റലിന്റെ പ്രൈസ് കുറയുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ക്യാപിറ്റൽ അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ കൂടുതലായിട്ട് അവൈലബിൾ ആണ് എന്നതിനർത്ഥം എന്താണ്? അവിടെ എന്ത് കൂടുതലാണ്? ഈ ഒരു PK/PL റേഷ്യോ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എവിടെയാണോ ഏതിന്റെ പ്രൈസ് ആണോ കുറവുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാം ആ ഫാക്ടർ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. ആ ലാബർ എന്ന് പറയുന്നതിന്റെ പ്രൈസ് കുറവാണെങ്കിൽ ലാബർ കൂടുതലായിട്ട് അവൈലബിൾ ആണ്, അതിന്റെ അബണ്ടൻസ് കൂടുതലാണ്. സോ ദാറ്റ് കൺട്രി ബിക്കം ലാബർ അബണ്ടന്റ് കൺട്രി. ഓക്കെ, ഇങ്ങനെ PK/PL റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? പ്രൈസ് ക്രൈറ്റീരിയൻ കണ്ടെത്തുന്നത്, അവൈലബിലിറ്റിയുടെ ഡിഫറൻസസ് കണ്ടെത്തുന്നത്. PK/PL ചെറുതാവുക, കുറവാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? PK/PL ഓഫ് A കുറവും PK/PL ഓഫ് B കൂടുതലുമാണ്. A കുറവുമാണ് എന്നതിനർത്ഥം എന്താണ്? ഇവിടെ ക്യാപിറ്റലിന്റെ പ്രൈസ് കൂടുതലാണ്. ഇവിടെ കൺട്രി ബിയിൽ. കൺട്രി എയിൽ എന്താണ്? ക്യാപിറ്റലിന്റെ പ്രൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൺട്രി എയെ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി എന്നും കൺട്രി ബിയെ ലാബർ അബണ്ടന്റ് കൺട്രി എന്നും നമുക്ക് വിളിക്കാം. ഇത് PK/PL റേഷ്യോ കൂടുതലും കുറവും നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇംഗ്ലണ്ടും ഇന്ത്യയും. UK ഓർ ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന 2 കൺട്രീസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇംഗ്ലണ്ടിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ക്യാപിറ്റൽ റിച്ച് കൺട്രി ആയിട്ട് കണക്കാക്കുന്നു. ഇന്ത്യയെ നമ്മൾ ലാബർ റിച്ച് ഓർ ലാബർ അബണ്ടന്റ് കൺട്രി ആയിട്ടും കണക്കാക്കും. ഇനി നോക്കൂ, താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഡയഗ്രാം എന്താണ് കാണിക്കുന്നത്? ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഐസോകോണ്ട് കർവ് ആണ് ഫോർ ദി കമോഡിറ്റി എക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. എക്സ് ആണ് ക്യാപിറ്റൽ അബണ്ടന്റ് ഗുഡ് ഓർ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് അപ്പൊ ആരായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇംഗ്ലണ്ട് ആയിരിക്കും. കാരണം ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആയിട്ടുള്ള എക്സ് ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റിച്ച് കൺട്രിയാണ്. ഇന്ത്യ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം വൈ ഒരു ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആർക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു ലാബർ അബണ്ടന്റ് കൺട്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബിക്കോസ് ഓഫ് അവർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് എ ലാബർ അബണ്ടന്റ് നേഷൻ. അതുകൊണ്ട് തന്നെ ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിട്ടുള്ള വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഇത് കണ്ടോ? ഈ എക്സ് ഇംഗ്ലണ്ടിന്റെ ആണ്, വൈ ആരുടെയാണ്? വൈ ഇന്ത്യയുടെയാണ്. എക്സ് എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റ് ആണ്? ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. വൈ ഏതാണ്? ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയും ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൈ ഈസ് ദി ഐസോകോണ്ട് ഓഫ് കൺട്രി ഇംഗ്ലണ്ട് ആൻഡ് എക്സസ് ഈസ് ദി ഐസോകോണ്ട് ഓഫ് ഇന്ത്യ, അല്ലെ? വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ആണ് വൈ കാണിക്കുന്നത്. എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ആണ് എന്ത് കാണിക്കുന്നത്? റെപ്രസെന്റിംഗ് കമ്മോഡിറ്റി വൈ പ്രൊഡ്യൂസ് ഇൻ ഇന്ത്യ. അപ്പം എക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? എക്സ് എന്ന് പറയുന്നതല്ലേ ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ് ഇത് ഇംഗ്ലണ്ടിന്റെയും ദെൻ ഇത് ഇന്ത്യയുടെയും. ഓക്കെ, ഇത് ഇന്ത്യയുടെയും ആണ്. വൈ ഇന്ത്യയുടെയുമാണ് കാണിക്കുന്നത്. ഫാക്ടർ ക്യാപിറ്റൽ ഈസ് റെപ്രസെന്റഡ് ഓൺ വൈ ആക്സിസ്. ക്യാപിറ്റൽ വൈ ആക്സിസിലും അതുപോലെ തന്നെ ലാബർ ഏത് ആക്സിസിലും കാണിക്കുന്നു? എക്സ് ആക്സിസിലും കാണിക്കുന്നു. ഓക്കെ, ഇനി PA ഈസ് ദി പ്രൈസ് ലൈൻ ഓർ ബജറ്റ് ലൈൻ ഓഫ് ദി കൺട്രി ഇംഗ്ലണ്ട്. PA ഇവിടെ നോക്കൂ, PA ഇവിടെ കാണാൻ പറ്റും. ഇതാണ് PA, അല്ലെ? ഈ PA എന്ന് പറയുന്നത് ആരുടെ പ്രൈസ് ലൈൻ ആണ്? ഇംഗ്ലണ്ടിന്റെ പ്രൈസ് ലൈൻ ആണ്. അപ്പൊ ഈ പ്രൈസ് ലൈന് ഐസോകോണ്ടിനെ ടാൻജന്റ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ഇംഗ്ലണ്ടിന്റെ ഐസോകോണ്ടിനെ ടാൻജന്റ് ചെയ്യുന്നത് E എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ്, ആണല്ലോ. PA ഈസ് ഓൾസോ ടാൻജന്റ് ടു YY ഐസോകോൺ അറ്റ് K. അപ്പൊ ഈ PA എന്ന് പറയുന്ന പ്രൈസ് ലൈന് എവിടെ ടാൻജന്റ് ചെയ്യുന്നു? YY എന്ന് പറയുന്ന ഇന്ത്യയുടെ ഐസോകോണ്ടിനെ ഏത് പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു? K എന്ന് പറയുന്ന ഈ പോയിന്റിലും ടാൻജന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി പോയിന്റ് K നോക്കൂ. പോയിന്റ് K എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇംഗ്ലണ്ടിന്റെ പ്രൈസ് ലൈന് ഇന്ത്യയുടെ ഐസോകോണ്ടിനെ എവിടെ ടാൻജന്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൗ മച്ച് ക്യാപിറ്റൽ ആൻഡ് ലാബർ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് വൈ ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളതാണ്. അപ്പം 1 യൂണിറ്റ് വൈ ഇംഗ്ലണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
എത്ര യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും എത്ര യൂണിറ്റ് ഓഫ് ലേബറും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഏതിന്റെ ഐസോകോണ്ടിനെ ടാൻജൻ ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്? ഇന്ത്യയുടെ ഐസോകോണ്ടിനെ ഇംഗ്ലണ്ടിന്റെ പ്രൈസ് ലൈൻ ടാൻജൻ ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. സോ P1B is the price line of country India. ഇനി P1B എന്ന് പറയുന്നതാണ് ആരുടെ ഐസോകോണ്ട്? ഇന്ത്യയുടെ ഐസോകോണ്ട്. ഓക്കെ, ഇത് ഇന്ത്യയുടെ ഐസോകോണ്ടാണ്. ഇന്ത്യയുടെ ഐസോകോണ്ട് ഇന്ത്യയുടെ YY എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രൈസ് ലൈന് P1B ഇന്ത്യയുടെ YY എന്ന് പറയുന്ന ഐസോകോണ്ടിനെ എവിടെ ടാൻജന്റ് ചെയ്യുന്നു? I എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു. I എന്ന് പറയുന്ന ഈ ഒരു ടാൻജന്റിൽ ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു. ഇനി നോക്കൂ, പ്രൈസ് ലൈൻ RS which is drawn parallel to P1B. P1B അല്ലെ, നമ്മൾക്ക് ഇംഗ്ലണ്ടിന്റെ ഐസോകോണ്ട് വളരെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ P1B എവിടെ ടാൻജന്റ് ചെയ്യാൻ പറ്റില്ല? ഇംഗ്ലണ്ടിന്റെ ഐസോകോണ്ടിനെ ടാൻജന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയില് ഒരു യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണം, എത്ര ലേബർ വേണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രൈസ് ലൈന് എവിടെയും കൂടെ ടാൻജന്റ് ചെയ്യേണ്ടതുണ്ട്? ഇംഗ്ലണ്ടിന്റെ ഐസോകോണ്ടിനെയും ടാൻജന്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് P1B ഒരിക്കലും എവിടെ ടാൻജന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല? മുകളിലുള്ള ഈ ഒരു XX ഐസോകോണ്ടിനെ ടാൻജന്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? P1Bക്ക് സമാനമായിട്ട് RS എന്ന് പറയുന്ന ഒരു പ്രൈസ് ലൈന് വരച്ചു. ഈ RS എവിടെ ടാൻജന്റ് ചെയ്യുന്നുണ്ട്? XXനെ M എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തിനാണ് ഹൗ മച്ച് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഒരു യൂണിറ്റ് കമ്മോഡിറ്റി എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ക്യാപിറ്റൽ വേണം, എത്ര ലേബർ വേണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മള് ഈ ഒരു തിയറിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നമുക്ക് ഒരു ഫാക്ടർ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. 1 ഈസ് ക്യാപിറ്റൽ ആൻഡ് അനദർ 1 ഈസ് ലേബർ. ഈ ലേബറും ക്യാപിറ്റലും ചേർന്നാലേ നമുക്ക് ഒരു യൂണിറ്റ് എക്സോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വൈയോ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് വേണം നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ക്യാപിറ്റൽ വേണം, എത്ര ലേബർ വേണം എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ടാൻജൻസി നോക്കിയിട്ടുള്ളത്. നോക്കൂ, ഇനി ഈ ഒരു സിറ്റുവേഷനിൽ കൺട്രി ഇംഗ്ലണ്ട് വിൽ ചൂസ് ദി കോമ്പിനേഷൻ ഇ. കൺട്രി ഇംഗ്ലണ്ട് എന്ത് ചെയ്യും? ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാ? അതിനർത്ഥം എന്താണ്? മോർ സ്പെഷ്യലൈസേഷൻ ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. കാരണം ഇവിടെ നോക്കൂ, ക്യാപിറ്റലിന് കൂടുതലും ലേബറിന് വളരെ കുറവുമാണ് ആര് യൂസ് ചെയ്തിട്ടുള്ളത്? ഇംഗ്ലണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നേരത്തെ ഒരു അസംഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾ സഹിതം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റിച്ച് കൺട്രിയാണ്, ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്. അവിടെ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്, ക്യാപിറ്റലിനെ കൂടുതലും ലേബേഴ്സിനെ വളരെ കുറവും യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ആയിരിക്കും ആര് ചൂസ് ചെയ്യുക? ഇംഗ്ലണ്ട് ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ എം ചൂസ് ചെയ്യാനോ ആർക്ക് പറ്റില്ല? എം ചൂസ് ചെയ്യാൻ പറ്റില്ല. എം ചൂസ് ചെയ്താൽ അവിടെ എന്താണ്? ക്യാപിറ്റൽ കുറവും ലേബർ വളരെ കൂടുതലായിരിക്കും. അത് ആർക്ക് പറ്റില്ല? ഇംഗ്ലണ്ടിന് പറ്റില്ല. കാരണം ഇംഗ്ലണ്ട് ഒരു ക്യാപിറ്റൽ അബണ്ടന്റ്, ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നോട്ട് ചൂസ് ദി കോമ്പിനേഷൻ കെ ബിക്കോസ് ഇറ്റ് ഇസ് മോർ ലേബർ ഇന്റൻസീവ് ആൻഡ് ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ്. കെയും ചൂസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റില്ല? ഇംഗ്ലണ്ടിന് പറ്റില്ല. കാരണം ഇവിടെ നോക്കൂ, ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇ എന്ന് പറയുന്ന പോയിന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കെ എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ക്യാപിറ്റലിന്റെ അളവ് വളരെ കുറവാണ്. ചെറിയ രീതിയിൽ ആരെ യൂസ് ചെയ്തിട്ടുള്ളൂ? ക്യാപിറ്റലിനെ യൂസ് ചെയ്തിട്ടുള്ളൂ. വലിയ രീതിയിൽ ലേബറിനെ യൂസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ആസ് എ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ഇംഗ്ലണ്ട് ഏത് യൂസ് ചെയ്യും? ഏത് പോയിന്റ് ചൂസ് ചെയ്യും? ഇ എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്യും. കാരണം അവിടെയാണ് കൂടുതലായിട്ട് ക്യാപിറ്റലിനെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഹൗലിന്റെ ഒരു എസംഷൻ, ഹൗലിന്റെ ഒരു ഫൈൻഡിങ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ്? ഇംഗ്ലണ്ട് വിൽ സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് എക്സ് ബൈ യൂസിംഗ് ദി ചീപ്പ് ഫാക്ടർ ക്യാപിറ്റൽ എക്സ്റ്റെൻസീവ്ലി, വൈ ഇന്ത്യ വിൽ സ്പെഷ്യലൈസ് ഓൺ കമോഡിറ്റി വൈ ബൈ യൂസിംഗ് ചീപ്പ് ഫാക്ടർ ലേബർ. സോ ഇവിടെ കൺക്ലൂഷൻ എന്താണ്? ഏത് അവൈലബിലിറ്റി ഏതാണോ കൂടുതൽ, അത് കൂടുതൽ യൂസ് ചെയ്തിട്ട്, ഏത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് കൂടുതലായിട്ട് അവൈലബിൾ ആവുന്നത്, ആ ഫാക്ടർ യൂസ് ചെയ്തിട്ട് അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അതിന്റെ എക്സ്പോർട്ട് കൂട്ടുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓഹുലിനും എക്ഷറും കൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ്
കമ്മോഡിറ്റി പ്രൈസസ്, രണ്ട് കമ്മോഡിറ്റി പ്രൈസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഡിഫറൻസസ് കൊണ്ടാണ് കമ്മോഡിറ്റി പ്രൈസസ് വരുന്നത്. കാരണം ലാബേഴ്സ് കൂടുതലാണെങ്കിൽ ലാബേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. ഇനി ലാബേഴ്സ് കുറവുള്ള ഒരു കൺട്രിയിൽ ലാബേഴ്സിനെ കൂടുതലായിട്ട് ചൂസ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് കൂടുകയും അതിന്റെ കോസ്റ്റ് കൂടുകയും ഇങ്ങനെ കോസ്റ്റ് ഡിഫറൻസസ് വരികയും ചെയ്യും. സോ നമുക്ക് ഫൈനലി എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും? Capital rich countries specialize in capital intensive goods and export them, while a labor abundant country specializes in labor intensive goods and export them. ക്യാപിറ്റൽ റിച്ച് കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ, ഒരു ലേബർ എബണ്ടന്റ് കൺട്രി ലേബർ ഇന്റൻസീവ് ഗുഡ്സിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. റിക്കാർഡിയൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്? കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഈ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിനെ എക്ഷർ-ഓഹ്ലിൻ മോഡല് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചും കൂടെ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള വേർഷനിലേക്ക്, അതായത് എന്തുകൊണ്ട് ഈ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അതിനെ ഈ ഒരു കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിന്റെ എക്ഷർ-ഓഹ്ലിൻ മോഡലിനെ പോൾ സാമുവൽസൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ എക്ഷർ-ഓഹ്ലിൻ മോഡലിനെ നമുക്ക് എക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ മോഡൽ എന്ന് വിളിക്കാം. കാരണം ഇതിനെ ഒരു കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിനെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെ, കോസ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഫോർഗോൺ എന്ന് പറയുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൈസിനെ ഫോർഗോൺ ചെയ്യുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാമുവൽസൺ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്ഷർ-ഓഹ്ലിൻ മോഡലിനെ പൊതുവെ എക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ മോഡൽ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ മോഡലിന് പ്രധാനപ്പെട്ടുള്ള 4 കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ 4 തിയറീസ് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള എക്ഷർ-ഓഹ്ലിൻ തിയറം ഉണ്ട്, ദെൻ സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം, ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം, റൈബ്സിൻസ്കി തിയറം. ഇതിൽ എക്ഷർ-ഓഹ്ലിൻ തിയറം നമ്മൾ കണ്ടു അല്ലെ. ഇത്തരത്തിലുള്ള എക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ മോഡലിൽ പെടുന്നതാണ് എക്ഷർ-ഓഹ്ലിൻ തിയറവും സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറവും ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറവും റൈബ്സിൻസ്കി തിയറവും. സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറത്തിലേക്കാണ്. നമുക്കറിയാം HO തിയറി, നമ്മൾ മുമ്പേ കണ്ട HO തിയറി എന്ന് പറയുന്നത് എന്താണ്? എബണ്ടന്റ് ഫാക്ടർ അല്ലെങ്കിൽ ഏറ്റവും എൻഡോർഡ് ആയിട്ടുള്ള ഫാക്ടറിനെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന പ്രൊഡ്യൂസ് അല്ലെ, പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ പ്രൊഡക്ഷൻ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അവിടെ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ലാബർ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡിനെ അവർ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? HO തിയറത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ HO തിയറിയെ വേൾഡ് വൈഡ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറാണ്. അതുകൊണ്ട് തന്നെ ഈ HO തിയറിയുടെ ബേസിലാണ് ഇനി അങ്ങോട്ട് ഓരോ തിയറീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെ HO തിയറിയെ എന്ത് ചെയ്തിട്ടുണ്ട്? പോൾ സാമുവൽസണും വോൾഫ്ഗാങ് സ്റ്റോപ്ലറും കൂടെ ചേർന്നിട്ട് ഒരു വൈഡ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇതിനെ സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം എന്നറിയപ്പെട്ടു. ഇത് HO തിയറിയിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ HO തിയറിയെ കുറച്ചും കൂടെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടാണ് ഏതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ റിലേറ്റീവ് പ്രൊഡക്റ്റ് പ്രൈസസ് ഓൺ ഫാക്ടർ അലോക്കേഷൻ ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ റിലേറ്റീവ് പ്രൊഡക്റ്റ് പ്രൈസസിലുള്ള ചേഞ്ച് നമ്മൾ കണ്ടു അല്ലെ, അതിന്റെ ഇഫക്റ്റ് എങ്ങനെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെയും ഫാക്ടർ അലോക്കേഷനെയും ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏത് കാണുന്നത്? സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറത്തിൽ പറയുന്നത്. അതായത് എങ്ങനെ റിലേറ്റീവ് പ്രൊഡക്റ്റ് പ്രൈസസിൽ ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സും ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്ട്സും ഇതിന്റെ പ്രൈസസ്, ആ പ്രൈസസ് തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചേഞ്ച് ആണ് ഇത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫാക്ടർ അലോക്കേഷനിൽ ലാബേഴ്സിനെ എങ്ങനെ അലോട്ട് ചെയ്യുന്നു, എക്സ് എന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലാബേഴ്സ് യൂസ് ചെയ്യുന്നു, എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഫാക്ടർ അലോക്കേഷന് എന്തിന്റെ ബേസിലാണ്? ഈ അബണ്ടൻസിന്റെ ബേസിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആര് പറഞ്ഞു വെക്കുന്നത്? സ്റ്റോപ്ലറും സാമുവൽസണും കൂടെ പറഞ്ഞു വെക്കും. അപ്പം ഈ ഒരു തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് വേജ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ക്യാപിറ്റൽ ലേബറിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ റിവാർഡ് എന്ന് പറയുന്നത് വേജ് ആണ്, ക്യാപിറ്റലിന്റെ റിവാർഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഈ വേജ്
വേജ് എത്രത്തോളം, അതായത് വേജ് ഹൈക്ക് സംഭവിക്കാം, വേജിൽ കുറവും സംഭവിക്കാം. ഈ ചേഞ്ച് എങ്ങനെ സംഭവിക്കുന്നു? ഇൻട്രസ്റ്റിന്റെ ചേഞ്ച്, ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റം, ഇൻട്രസ്റ്റ് കൂടാം, ഇൻട്രസ്റ്റ് കുറയാം, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ എച്ച്ഒ തിയറിയിൽ നിന്നും ഈ ഒരു അബണ്ടൻസിന്റെയും ലാക്ക് ഓഫ് അബണ്ടൻസിന്റെയും ബേസിൽ ഇവരുടെ റിവാർഡിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിലേക്കാണ് ആര് വിരൽ ചൂണ്ടുന്നത്? സ്റ്റോപ്ലറും സാമുവൽസനും കൂടെ വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു തിയറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ഇൻക്രീസസ് ദെൻ ദി പ്രൈസ് ഓഫ് ക്യാപിറ്റൽ വിൽ ഓൾസോ ഇൻക്രീസസ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. അല്ല, പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൈസ് കൂടുന്തോറും, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ഉണ്ട്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എന്താണ്? ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആണ്. എന്താ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് എന്ന് പറയുമ്പോൾ? കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഗുഡാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അങ്ങനെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൈസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റലിന്റെ പ്രൈസ് കൂടും. ക്യാപിറ്റലിന്റെ പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിന്റെ റിവാർഡ് ആയിട്ടുള്ള, ക്യാപിറ്റലിന്റെ ഏണിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? കൂടും, അല്ലെ? അപ്പൊ അവിടെ അതർവൈസ് ലാബേഴ്സിന് അവിടെ എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റലിന്റെ കേസിൽ ക്യാപിറ്റൽ ഇന്റൻസീവിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ക്യാപിറ്റൽ ഇന്റൻസീവിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൈസ് കൂടുന്നു. ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ ക്യാപിറ്റലിന്റെ കോസ്റ്റ് കൂടുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൂടുന്നു. അപ്പൊ അതർ ടൈം ഇവിടെ എന്തുണ്ട്? ഇപ്പുറത്ത് ആരുണ്ട്? ലാബേഴ്സ് ഉണ്ട്. ലാബേഴ്സിന് എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റലിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ലാബേഴ്സിനെ കുറവേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അവിടെ കുറയാണ്. ലാബർ ഇന്റൻസീവ് ഗുഡിനെ കൂടുതലായിട്ട്, ലാബേഴ്സിനെ കൂടുതലായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വേജസ് പേ ടു ലാബേഴ്സ് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ലാബേഴ്സിന് കൊടുക്കുന്ന വേജ് കുറയും. കാരണം ലാബേഴ്സിന്റെ ആവശ്യം അവിടെ ഇല്ല. ലാബേഴ്സിന്റെ ആവശ്യം കൂടുന്തോറും, ഡിമാൻഡ് കൂടുന്തോറുമാണല്ലോ വേജ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ലാബേഴ്സിന് അവിടെ ആവശ്യകത കുറവാണ്. ലാബേഴ്സിന്റെ ആവശ്യകത കുറവായതുകൊണ്ട് തന്നെ ലാബേഴ്സിനെ കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അവരുടെ വേജ് റേറ്റിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസിങ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ദെൻ പ്രൈസ് ഓഫ് മെഷീനറി ഗുഡ്സ് ഇൻക്രീസസ്. എന്ത് ചെയ്യും? മെഷീനറി ഗുഡ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇങ്ങനെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആയിട്ടുള്ള മെഷീനറിയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെഷീനറിയുടെ പ്രൈസ് കൂടുന്തോറും എന്താ ഇപ്പുറത്ത് സംഭവിക്കുന്നത്? മെഷീനറി ക്യാപിറ്റലിനെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടാണ്, അല്ലെ? പ്രൈസ് കൂടുന്തോറും സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഗുഡ് എന്താ സംഭവിക്കുക? കൂടുതലല്ലേ? അതായത് സപ്ലൈ കൂടുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് എന്ത് കൂട്ടേണ്ടി വരും? പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ കൂടുതലായിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടി വരും. കൂടുതലായിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിവാർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമ്മൾ മെഷീനറി ഗുഡിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ, ആസ് എ മെഷീനറി ഗുഡ് ആസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്, ദി പ്രൈസ് ഓഫ് ദി മെഷീനറി ഗുഡ് ഇൻക്രീസസ്. അറ്റ് ദാറ്റ് ടൈം ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ക്യാപിറ്റൽ വുഡ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം ഡിക്രീസസ് ഇൻ ദി വേജ് ഓഫ് ദി ലാബറും അവിടെ സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാബറിന്റെ ആവശ്യകത വളരെയധികം വരുന്നില്ല. ലാബറിന്റെ ആവശ്യകത കുറവാണ്. അതുകൊണ്ട് തന്നെ ലാബേഴ്സിനെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ ലാബേഴ്സിന് അവിടെ കുറവ് യൂസ് ചെയ്യേണ്ടി വരുന്നു. ലാബേഴ്സിന് കൊടുക്കേണ്ട വേജസിന്റെ അളവും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാബർ ഇന്റൻസീവ് ഗുഡിന്റെ കേസ് ആയാൽ എന്ത് സംഭവിക്കും? ലാബർ ഇന്റൻസീവ് ഗുഡ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ലാബേഴ്സിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ലാബേഴ്സിന്റെ ഡിമാൻഡ് കൂടും. ലാബേഴ്സിന്റെ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ ലാബേഴ്സിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യാണ്. ലാബേഴ്സിനെ കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? കൂടുതലായിട്ട് അവർക്ക് വേജ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലാബേഴ്സിന്റെ വേജ് കൂടും, അല്ലെ? ലാബർ ഇന്റൻസീവ് ഗുഡ് യൂസ് ചെയ്യുന്നതോറും, ലാബർ ഇന്റൻസീവ് ഗുഡിൽ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോറും വേജ് റേറ്റ് അവിടെ കൂടുമ്പോൾ ഇപ്പുറത്ത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ക്യാപിറ്റലിന്റെ റിവാർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ വേജും ഇൻട്രസ്റ്റിനെയും, അല്ല, ഈ ഒരു എച്ച്ഒ തിയറി എങ്ങനെയാണ് വേജിന്റെയും ഇൻട്രസ്റ്റിന്റെയും ഡിസ്ട്രിബ്യൂഷനിലേക്ക് എങ്ങനെയാണ് ഇത് അഫക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ സ്റ്റോപ്ലർ സാമുവൽസിന്റെ തിയറിയെ ജോൺസ് ഒരു ഫെർദർ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. അതിനെയാണ് മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ജോൺസ് ആണ്. ജോൺസ് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഒന്നുമല്ല, നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ എനി ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇഫക്ട് ഓൺ വേജസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഏത് ഗുഡിന്റെ പ്രൈസ് ആണോ കൂടുന്നത്, ആ ഗുഡിനെ കൂടുതലായിട്ട് ഉപയോഗിക്കും തോറും അതിന്റെ റിവാർഡ് അല്ലെങ്കിൽ അതിനെ ചാർജ് ചെയ്യുന്ന ആ ഒരു റിവാർഡ് ഏണിങ്സ് എന്തെയും കൂടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുകയും ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൈസ് കൂടുകയും പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ലാഭകരമാവുകയും അവർ കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയും ക്യാപിറ്റലിന്റെ ആവശ്യകത അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് ക്യാപിറ്റലിന്റെ റിവാർഡ് ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ ഏണിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്യും. ആ ഒരു ഇഫക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിലെ മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റുമായിട്ട് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ളത് ആരാണ്? ജോൺസ് ആണ്. സ്റ്റോപ്ലർ സാമുവൽസൺ തിയറിയെ മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റുമായി ചേർത്ത് വെച്ചിട്ടുള്ളത് ജോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഒരു തിയറി ഗ്ലോബലൈസേഷന്റെ ഈ ഒരു പീരീഡിൽ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഈ ഒരു തിയറത്തിന് കുറച്ചും കൂടെ റെലവൻസ് വന്നു. അതായത് ഫ്രീ ട്രേഡ് ആണ് നടക്കുന്നത് അല്ലെ. ഗ്ലോബലൈസേഷന്റെ മുന്നൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ എന്ത് സംഭവിച്ചു? ഫ്രീ ട്രേഡ് ആണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീ ട്രേഡ് ഉള്ള സമയത്ത്, ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു നാഷനിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സാധന സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് ചൈനയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റും കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? അതേ പ്രൈസ്, ഇന്ത്യയിൽ വിൽക്കുന്ന അതേ പ്രൈസിൽ ചൈനയിലേക്ക് കൊടുക്കാനും ചൈനയിൽ വിൽക്കുന്ന അതേ പ്രൈസ് ഇന്ത്യയിലേക്ക് എത്തിക്കാനും സംഭവിക്കും അല്ലെ. അല്ലെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? ഇമ്പോർട്ടോ എന്തെങ്കിലും താരിഫ് പോലുള്ള ഡ്യൂട്ടീസ് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും. പക്ഷെ താരിഫോ മറ്റു ഡ്യൂട്ടീസോ ഒന്നും ഇല്ലാത്ത ട്രേഡിനെയാണ് നമ്മൾ ഫ്രീ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഫ്രീ ട്രേഡ് എന്താ സംഭവിക്കുന്നത്? ഫ്രീ ട്രേഡ് ഉള്ള കേസിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രീ ട്രേഡ് വിൽ കോസ് ദി റിയൽ റിട്ടേൺ ഓഫ് കൺട്രീസ് റിലേറ്റീവ്ലി അബണ്ടന്റ് ഫാക്ടർ ടു റൈസ്. ശരിയല്ലേ? അപ്പൊ ഫ്രീ ട്രേഡ് ആണ്, യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും കൊണ്ടുപോകാനും സാധിക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ ഒരു കൺട്രിയെ സംബന്ധിച്ച് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അതിന്റെ റിയൽ റിട്ടേണിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസിങ് സംഭവിക്കും. While the real return of the country's relatively scarce factor എന്ത് സംഭവിക്കും? fall സംഭവിക്കും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. US ആൻഡ് ഇന്ത്യ. യുഎസിനെയും ഇന്ത്യയെയും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ 2 കൺട്രീസ് ആണ്, യുഎസും ഇന്ത്യയും. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ട്രേഡ് ആണ് നടക്കുന്നത്. യുഎസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്കും കൊണ്ടുപോകാം, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് യുഎസിലേക്കും കൊണ്ടുവരാം. യാതൊരു തരത്തിലുള്ള കോസ്റ്റും അവിടെ ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെ US എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലേബർ അബണ്ടന്റ് കൺട്രിയുമാണെന്ന് വിചാരിക്കുക. US ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്, ഇന്ത്യ ഒരു ലേബർ അബണ്ടന്റ് കൺട്രിയാണ്. നോക്കൂ, ക്യാപിറ്റൽ ഓണേഴ്സ് ഇൻ ദി US വിൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി പർച്ചേസിംഗ് പവർ ഓഫ് ദെയർ റെന്റൽ ഇൻകം, while workers will experience a decline in the purchasing power of their wage income. അതായത് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആയിട്ടുള്ള യുഎസിനെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്തിനെ ആയിരിക്കും? ക്യാപിറ്റലിനെ ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന്റെ ആവശ്യകതയാണ് അവിടെ കൂടുന്നത്, ക്യാപിറ്റലിന്റെ ഡിമാൻഡ് ആണ് അവിടെ കൂടുന്നത്. ക്യാപിറ്റലിന്റെ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ പ്രൈസ് ഇപ്പുറത്ത് എന്ത് സംഭവിക്കും? പ്രൈസ് കൂടും. ക്യാപിറ്റലിന്റെ ഡിമാൻഡ് കൂടുന്തോറും ക്യാപിറ്റലിന്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. ക്യാപിറ്റലിന്റെ പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റലിന്റെ റിവാർഡ് ആയിട്ടുള്ള ഏണിങ്സ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവർക്ക് ലാബേഴ്സിന് അധികം ആവശ്യമായിട്ട് വരുന്നില്ല, ലാബേഴ്സിന്റെ അളവ് കുറവേ അവർക്ക് ആവശ്യം വരുന്നുള്ളൂ, ലാബേഴ്സിന്റെ ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ ലാബേഴ്സിന് അവർക്ക് വലിയ രീതിയിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ലാബേഴ്സിന് കൊടുക്കേണ്ട വേജ് അവർ എന്ത് ചെയ്യില്ല? നല്ല രീതിയിൽ കൊടുക്കില്ല, അല്ലെങ്കിൽ വേജിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയിൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റലിന്റെ റിവാർഡ് കൂടുകയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലേബറിന്റെ റിവാർഡ് കുറയുകയും ചെയ്യും. Okay, similarly, workers will gain in India, but capital owners will lose. അല്ലെ? ഇനി ഇന്ത്യയുടെ കേസാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയുടെ കേസാണെങ്കിൽ ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ് എന്ന് പറയുമ്പോൾ ലാബറിനെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇന്ത്യയിൽ എന്തിന്റെ ആവശ്യകതയാണ് കൂടുന്നത്? ലാബേഴ്സിന്റെ ആവശ്യകതയാണ് കൂടുന്നത്, ലാബേഴ്സിന്റെ ഡിമാൻഡ് ആണ് കൂടുന്നത്. ലാബേഴ്സിന്റെ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്?
ലാബേഴ്സിന് കൊടുക്കണം. കൂടുതൽ ലാബേഴ്സിന് വേണ്ടി വരും. കൂടുതൽ ലാബേഴ്സിനെ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് വേജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ റിട്ടേൺ ആയിട്ടുള്ള ലാബേഴ്സിന്റെ റിയൽ റിട്ടേൺ ആയിട്ടുള്ള വേജ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഇപ്പോഴത്തെ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, കുറയും. കാരണം ക്യാപിറ്റലിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, വർക്കേഴ്സ് വിൽ ഗെയിൻ ഇൻ ഇന്ത്യ ബട്ട് ക്യാപിറ്റൽ ഓണേഴ്സ് വിൽ ലോസ്. US-ലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ഓണേഴ്സ് എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ലാബർ ഓണേഴ്സ് ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. When a country moves to free trade, the price of exported good will rise while the prices of its imported goods will fall. ഇപ്പൊ ഫ്രീ ട്രേഡ് നടക്കുന്ന സാഹചര്യത്തിൽ എക്സ്പോർട്ടിങ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുകയും അവർ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയും ചെയ്യും. The higher prices in the export industry will inspire profit. അല്ലെ, എക്സ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവർ എങ്ങോട്ടാണ്, ഇപ്പൊ US-നെ സംബന്ധിച്ച് US ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് US-നെ സംബന്ധിച്ച് അത് എക്സ്പോർട്ട് ആണ്. അപ്പൊ അതിന്റെ പ്രൈസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, അവർക്ക് ലാഭം വരും. പക്ഷെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. At the same time, the import competing industry is suffering from falling പ്രൈസസ്. അല്ലെ, ഇപ്പൊ ഹയർ പ്രൈസസ് ഇൻ ദി എക്സ്പോർട്ട് ഇൻഡസ്ട്രി ആണ്. എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ഹയർ പ്രൈസ് കിട്ടുകയാണ്. അതെന്ത് ചെയ്യും, ഇൻസ്പയർ പ്രോഫിറ്റ് സീക്കിംഗ് ഫേംസ് ടു എക്സ്പാൻഡ് പ്രൊഡക്ഷൻ. അപ്പൊ ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഫേമിനെ സംബന്ധിച്ച് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡിന്റെ പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതോറും അവരുടെ പ്രോഫിറ്റ് കൂടുന്നതിന്റെ പ്രൈസ് കൂടുതലല്ലേ. സോ അവരെന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി സഫറിംഗ് ഫ്രം ഫോളിംഗ് പ്രൈസസ്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡിന്റെ പ്രൈസ് കുറയുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ US-ഉം ഇന്ത്യയും ഉണ്ട്. അല്ലെ, US ഇന്ത്യയിലേക്ക് ഒരു X എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും, ഒരു രാജ്യത്തെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഏതാ, എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഈ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ അതേസമയം US-ൽ നിന്നും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി വളരെ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ എത്തിക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഇന്ത്യയില് കുറഞ്ഞ വിലയിൽ ഈ ഒരു കമ്മോഡിറ്റി എത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ ഒരു എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലെ, ഓൾറെഡി ഇന്ത്യയിൽ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ പ്രൈസ് US-ൽ നിന്നും കൊണ്ടുവരുന്ന എക്സിന്റെ പ്രൈസ് കുറവാണ്. അപ്പൊ പക്ഷെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എക്സിന്റെ പ്രൈസ് കൂടിയിട്ട് ഇന്ത്യക്കാർക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഏറ്റവും ചീപ്പായിട്ട് US-ൽ നിന്നും ഈ ഒരു കമ്മോഡിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലോ കൂടിയ പ്രൈസിലോ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഇവിടെ എക്സ്പോർട്ട് കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുന്തോറും ഇമ്പോർട്ട് കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, കുറവ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രി ലാഭം ഉണ്ടാക്കും തോറും ഇമ്പോർട്ട് ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോളിംഗ് പ്രൈസസ് ആരെ ബാധിക്കുന്നുണ്ട്, ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കും, റിഡക്ഷൻ സംഭവിക്കും. സോ ഒരു ഭാഗത്ത് എക്സ്പോർട്ട് ഇൻഡസ്ട്രി കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുമ്പോൾ അതേസമയം ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി എന്ത് സംഭവിക്കുന്നുണ്ട്, അവര് ലാഭകരമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഇൻ ദി കേസ് ഓഫ് ഫ്രീ ട്രേഡ്. ഓക്കെ, ഫ്രീ ട്രേഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡ്യൂട്ടീസ്, താരിഫ്, ക്വാട്ടാസ് പോലുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ട് ആ ഒരു വിലയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഫ്രീ ട്രേഡ് ആകുമ്പോൾ അതൊന്നും പറ്റില്ല. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ എഫിഷ്യൻസി കാരണം അതിന്റെ പ്രൈസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ US-നെ സംബന്ധിച്ച് അത് ലാഭകരമായിരിക്കും. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചത് നഷ്ടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വരികയും ചെയ്യും. നോക്കൂ, ഇനി എ പ്രോബ്ലം അറൈസസ് ബിക്കോസ് ദി എക്സ്പോർട്ട് സെക്ടർ ഈസ് ഇന്റൻസീവ് ഇൻ ദി കൺട്രീസ് അബണ്ടന്റ് ഫാക്ടർ. അതായത് US-നെ സംബന്ധിച്ച് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്, ക്യാപിറ്റൽ എൻഡോർഡ് കൺട്രിയാണ്. സോ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ആയിരിക്കും അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് സെക്ടർ എന്ത് ചെയ്യും, അബണ്ടന്റ് ഫാക്ടറിനെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ആ ഒരു എക്സ്പോർട്ട് സെക്ടർ കൂടുതലായിട്ട് വളരും. അല്ലെ, this means that export industry wants relatively more capital per worker than the ratio of factors that import competing industry is lying off. എക്സ്പോർട്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവർക്ക് കുറഞ്ഞ ഒരു അബണ്ടന്റ് ഫാക്ടർ വെച്ചിട്ടാണല്ലോ. ഇതേ സമയം ഇപ്പൊ ഇന്ത്യയിലെ
എക്സ്പോർട്ട് സെക്ടർ, എക്സ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവർ അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടറിനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. പക്ഷെ അതേസമയം ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എന്താണ്, അവര് സ്കേഴ്സ് ഫാക്ടറിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദി ട്രാൻസിഷൻ ദർ വിൽ ബി ആൻ എക്സസ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ വിച്ച് വിൽ റൈസസ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് ആൻ എക്സസ് സപ്ലൈ ഓഫ് ലേബർ വിച്ച് വിൽ ബ്രിങ് ഡൗൺ ഇറ്റ്സ് പ്രൈസ്. അല്ലെ, അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലാബർ US എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയാണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്തുകയും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തവിടെ വരുന്നുണ്ട്, ക്യാപിറ്റലിന്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ദർ വിൽ ബി ആൻ എക്സസ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ വിച്ച് വിൽ റൈസ് ഇറ്റ്സ് പ്രൈസ്. അത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പുറത്ത് ക്യാപിറ്റലിന്റെ പ്രൈസ് കൂട്ടുന്നുണ്ട്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നുണ്ട്, ആണല്ലോ. ആൻഡ് ആൻ എക്സസ് സപ്ലൈ ഓഫ് ലേബർ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, വിച്ച് വിൽ ബ്രിങ് ഡൗൺ ഇസ് പ്രൈസ്. അല്ലെ, എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആണ്, ലേബറിന്റെ ഡിമാൻഡ് കുറവാണ്, അതുകൊണ്ട് തന്നെ ലേബറിന്റെ പ്രൈസിൽ അവിടെ കുറവ് സംഭവിക്കുന്നുമുണ്ട്. ഹെൻസ് ദി ക്യാപിറ്റൽ ഓണേഴ്സ് ഇൻ ബോത്ത് ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ആൻ ഇൻക്രീസ് ഇൻ ദയർ റെന്റ് വൈൽ ദി വർക്കേഴ്സ് ഇൻ ബോത്ത് ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ഡിക്ലൈൻ ഇൻ ദയർ വേജസ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനെയാണ് ആർ ചൂണ്ടിക്കാണിക്കുന്നത്, സ്റ്റോപ്ലറും സാമുവൽസനും കൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. Okay, but this theorem was originally developed to eliminate the issue of how tariff would affect the income of workers and capitalists within a country because tariff raises the domestic price of imported goods. താരിഫ് വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താരിഫ് ഈടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്കൊരു 10 രൂപയുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരികയാണ്, 5 രൂപ താരിഫും കൂടെ ഈടാക്കിയാൽ ആ 10 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 15 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് താരിഫ് ഈടാക്കി കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് പ്രൊട്ടക്റ്റീവ് ട്രേഡിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നില്ല, ഇങ്ങനെ ഫ്രീ ട്രേഡ് ഉള്ള സമയത്ത് ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്താനോ ക്വാട്ട ഏർപ്പെടുത്താനോ പറ്റില്ല. അങ്ങനെ ഒരു ഹയർ പ്രൈസ് ആർക്ക് മേൽ ഈടാക്കാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ഗുഡിന്റെ മേലെ ഹയർ പ്രൈസ് ഈടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ സഫർ ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നു. However, the theorem is just as useful when applied to trade liberalization. Explained above, however, it should be kept in mind that these results have been derived in a model with only 2 goods and 2 factors of production. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. 2 പ്രോഡക്റ്റ് ഉള്ള സമയത്തും 2 ഗുഡ്സ് ഉള്ള സമയത്തും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 ഗുഡ്സും ഉള്ള സമയത്ത് മാത്രമേ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇൻ പെർട്ടിക്കുലർ എ ഫാക്ടർ എംപ്ലോയ്ഡ് ഇൻ എ സെക്ടർ വെർ ഔട്ട്പുട്ട് ഡിക്ലൈൻ വിൽ സഫർ എ ലോസ് ഇൻ ഇറ്റ്സ് റിയൽ റിവാർഡ് ഇഫ് ഇറ്റ് ഹാസ് നോ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഈ കൂടുതൽ യൂസ് ചെയ്യുന്നതോറും അതിനെന്ത് ചെയ്യേണ്ടി വരുന്നു, കൂടുതലായിട്ട് ഡിമാൻഡ് വരുന്നു, ഡിമാൻഡ് വരുന്നതോറും അതിന്റെ കോസ്റ്റ് കൂടുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു തിയറി നമ്മെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അതിനോട് ചേർന്ന് തന്നെ സ്റ്റോപ്ലർ സാമുവൽസൺ തിയറത്തോട് ചേർന്ന് തന്നെ നമുക്ക് പറയാനുള്ളതാണ് ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം. ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം, ആ ഒരു പേരിലേക്ക് തന്നെ നോക്കൂ, ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ ആണ്. ഫാക്ടറിന്റെ പ്രൈസസ് ആണ് ഇക്വലൈസ് ചെയ്യപ്പെടുന്നത്. ഫാക്ടർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു തിയറത്തിലൂടെ നമ്മൾ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അല്ലെ, ഏതൊക്കെയാണ്, ലാബർ ആൻഡ് ക്യാപിറ്റൽ. ലാബറിന്റെ ഫാക്ടർ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്, വേജ് ആണ്. ക്യാപിറ്റലിന്റെ ഫാക്ടർ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അല്ലെ. അപ്പൊ ആ ഒരു വേജിന്റെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെയും ഇക്വലൈസേഷൻ ഇന്റർനാഷണൽ ട്രേഡ് ത്രൂ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വെൻ ദി പ്രൈസസ് ഓഫ് ഗുഡ്സ് ആർ ഇക്വലൈസ്ഡ് ബിറ്റ്വീൻ കൺട്രീസ് ഡ്യൂ ടു ഇന്റർനാഷണൽ ട്രേഡ്, ദി പ്രൈസസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓൾസോ ഗെറ്റ് ഇക്വലൈസ്ഡ് ബിറ്റ്വീൻ 2 കൺട്രീസ്. അതായത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ ആ ഒരു ഫാക്ടർ പ്രൈസസ്, ഗുഡിന്റെ പ്രൈസസ് ഇക്വലൈസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഇത് ഫാക്ടർ പ്രൈസിനെയും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇക്വലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഫ്രീ ട്രേഡ് ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേജ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ദി റെന്റൽ ഏൺഡ് ഓൺ ക്യാപിറ്റൽ ത്രൂ ഔട്ട് ദി വേൾഡ് ഇൻ ദി അൾട്ടിമേറ്റ് അനാലിസിസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ദി തിയറം ഡിറൈവ്സ് ഫ്രം ദി അസംപ്ഷൻ ഓഫ് എച്ച്ഒ മോഡൽ. എച്ച്ഒ മോഡലിന്റെ ഒരു എക്സ്റ്റെൻസീവ് വേർഷൻ ആയിട്ടാണ് നമ്മൾ ഫാക്ടർ സാമുവൽസൺ തിയറവും ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറവും ഒക്കെ കാണുന്നത്. ദി മോസ്റ്റ് ക്രിട്ടിക്കൽ ഈസ് ദി അസംപ്ഷൻ ദാറ്റ് 2 countries share the same technology and that markets are perfectly competitive. 2 countries ആണ്, കൺട്രി എ ആൻഡ് കൺട്രി ബി എന്ന് പറയുന്ന 2 countries ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു.
പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ത് ചെയ്യപ്പെടുകയാണ്, ഹൊമോജീനിയസ് പ്രോഡക്റ്റിനെ സെയിൽസ് നടത്തുന്ന ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ള ഒരു മാർക്കറ്റിനെയാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്, ഈ ഒരു തിയറിയിൽ മൊത്തം അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിലാണെങ്കിൽ ഫാക്ടേഴ്സ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അഡീഷണൽ ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ എത്രയാണ്, അതായത് ഒരു ലേബറിനെ നമ്മൾ ഹയർ ചെയ്തു, അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്, രണ്ടാമത്തെ ലേബറിനെയും ഹയർ ചെയ്തു, അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്. ഇങ്ങനെ ഹയർ ചെയ്യും തോറും പ്രൊഡക്ടിവിറ്റി കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ മാത്രമേ ആരെ ഹയർ ചെയ്യുള്ളൂ, ലാബേഴ്സിനെ ഹയർ ചെയ്യുള്ളൂ. അതിന്റെ ബേസിൽ മാത്രമേ എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അവർക്ക് വേജിന്റെ ഹൈക്കും ഡിക്രീസിങ്ങും കൊടുക്കത്തുള്ളൂ. അതാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. when prices differ between countries, so will their marginal productivity and so will their wage and rents. അല്ലെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റിയിലുള്ള വ്യത്യാസം കൺട്രീസിനകത്തുണ്ടെങ്കിൽ അതിന് അവർക്ക് കൊടുക്കുന്ന റിവാർഡിലും എന്തുണ്ടാവും, ആ ഒരു വ്യത്യാസം കാണും. പക്ഷെ once prices of goods are equalized, as in free trade demonstrated earlier, the value of marginal product are also equalized between countries. ഇങ്ങനെ ഫ്രീ ട്രേഡ് നടക്കുന്ന സമയത്ത് പ്രൈസസ് ഓഫ് ഗുഡ്സ് ഈക്വലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ട്സും എന്ത് ചെയ്യപ്പെടും, ഈക്വലൈസ് ചെയ്യപ്പെടും. കൺട്രീസ് മസ്റ്റ് ഓൾസോ ഷെയർ ദി സെയിം വേജ് റൈസ് ആൻഡ് റെന്റൽ റൈസ്. അങ്ങനെ റെന്റിനെയും വേജിനെയും സെയിം ആയിട്ട് എല്ലാ കൺട്രീസിലും നിലനിർത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറിയിലൂടെ പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. എച്ച്ഒ തിയറിയുടെ എസംഷൻ എന്ന് പറയുന്നത് ടെക്നോളജി സെയിം ആണ്. എ എന്ന് പറയുന്ന കൺട്രിയിലായാലും ബി എന്ന് പറയുന്ന കൺട്രിയിലായാലും ടെക്നോളജിക്കലി യാതൊരുവിധ മാറ്റവും ഇല്ല, ടെക്നോളജീസ് എന്താണ്, സെയിം ആണ്. ദെൻ ഫോക്കസ് ഓൺ ദി ഇഫക്ട് ഓഫ് ഡിഫറെന്റ് ഫാക്ടർ എൻഡോമെന്റ്. ഡിഫറെന്റ് ഫാക്ടർ എൻഡോമെന്റ് ആയിരിക്കും. അതായത് ഒരു കൺട്രി ക്യാപിറ്റൽ എബണ്ടന്റ് ഓർ ക്യാപിറ്റൽ എൻഡോഡ് കൺട്രി ആണെങ്കിൽ അതർ കൺട്രി എന്തായിരിക്കും, ലേബർ എബണ്ടന്റ് ഓർ ലേബർ എൻഡോഡ് കൺട്രി ആയിരിക്കും. ഇഫ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഡിഫർ അക്രോസ് കൺട്രീസ് as we assumed in the Ricardian model, then the factor prices would not equalize once good price equalize. Goodന്റെ പ്രൈസ് ഈക്വലൈസ് ചെയ്താലും ഏതിന്റെ പ്രൈസ് ഈക്വലൈസ് ചെയ്യാൻ സാധ്യതയില്ല, ഫാക്ടർ പ്രൈസ് ഈക്വലൈസ് ചെയ്യാൻ സാധ്യതയില്ല. എങ്ങനെയാണെങ്കിൽ ടെക്നോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ, ടെക്നോളജിക്കലി ഡിഫറൻസസ് ഉണ്ടെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രി എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടും അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അതിനനുസൃതമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടും തുടരും. പക്ഷെ ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് ഇല്ലാത്ത ടെക്നോളജിക്കലി ഈക്വലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഏതിലേക്ക് വരാം. അപ്പൊ ആ ഒരു ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സിനെ ചെയ്യപ്പെടുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രേഡ് ഈക്വലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൈബ്സിൻസ്കി തിയറത്തിലേക്ക് വരികയാണെങ്കിൽ റൈബ്സിൻസ്കി തിയറം ഇതും ഒരു എച്ച്ഒ തിയറിയുടെ അസംഷനൊക്കെ ഫോളോ ചെയ്യുന്ന എച്ച്ഒ തിയറിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ് റൈബ്സിൻസ്കി തിയറം എന്ന് പറയുന്നത്. റൈബ്സിൻസ്കി തിയറം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ constant commodity prices, that an increase in the endowment of one factor will increase by a greater proportion of the output of that commodity which intensive in that factor and will reduce the output of other commodity. ഒന്നുമില്ല, ഇപ്പൊ ലേബർ അബണ്ടന്റ് കൺട്രി ആയിരിക്കും, ഒന്ന് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഒരളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഇവിടെ വൈ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആ ഒരളവിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു എ എന്ന് പറയുന്ന കൺട്രി ലേബർ ഇന്റൻസീവ് കൺട്രിയാണ്, എക്സ് എന്ന് പറയുന്ന ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന കൺട്രി ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്, ക്യാപിറ്റൽ എൻഡോഡ് കൺട്രിയാണ്, വൈ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അളവിൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, വൈ എന്ന അളവിൽ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ബി എന്ന് പറയുന്ന കൺട്രിയിൽ വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ എ എന്ന് പറയുന്ന കൺട്രിയിൽ പെട്ടെന്ന് എന്ത് കൂടാണ്, ലേബേഴ്സ് ക്രമാതീതമായിട്ട് കൂടാണ്, ലേബേഴ്സിന്റെ അബണ്ടൻസ് കൂടാണ്. ഒബ്വിയസ്ലി ലേബറിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിട്ടുള്ള എക്സിന്റെ അളവിലും എന്ത് സംഭവിക്കും, ഇൻക്രീസിങ് സംഭവിക്കും. അപ്പൊ വൈയുടെ അളവിൽ എന്ത് സംഭവിക്കും, ഡിക്രീസിങ് സംഭവിക്കും. വൈ അവർ കുറഞ്ഞ രീതിയിൽ അവരെന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, എ എന്ന് പറയുന്ന കൺട്രി ലേബർ ഇന്റൻസീവ് ലേബർ അബണ്ടന്റ് കൺട്രിയാണ്. ലേബർ അബണ്ടന്റ് കൺട്രിയിൽ ക്യാപിറ്റൽ അബണ്ടൻസ് കുറവായിരിക്കും, ലാക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഡിയറർ ഫാക്ടർ ആയിരിക്കും, അവിടെ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ചീപ്പർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലേബേഴ്സിനെ വെച്ച് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് എൻഡോമെന്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് എൻഡോമെന്റ് ആണോ കൂടിയിട്ടുള്ളത് ആ എൻഡോഡ് ഫാക്ടറിനെ യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താം. അപ്പൊ ആ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ അളവ് കൂടുകയും അതർ കമ്മോഡിറ്റിയുടെ അളവ് കുറയുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു ബേസിക് ലോജിക് തന്നെയാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, റൈബ്സിൻസ്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
Rybczynski theorem can be understood diagrammatically with the help of figure. നമ്മൾ Rybczynski theorem എപ്പോഴും ഗ്രാഫിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കൂ ഈ ഒരു ഫിഗറിൽ ഇ എന്ന് പറയുന്നത് എന്താണ് റിവീൽ ചെയ്യുന്നത്? ലാബർ കൺസ്ട്രെയിന്റ് ആൻഡ് വൈൽ ഡി ഡി റിഫ്ലെക്ട്സ് ക്യാപിറ്റൽ കൺസ്ട്രെയിന്റ്. ഡി ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൺസ്ട്രെയിന്റിനെ, കൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രത്തോളം ക്യാപിറ്റലേ ഉള്ളൂ അല്ലെ, അതിന്റെ ആവശ്യകത, ലാക്ക് ഓഫ് ഇത്രത്തോളം ക്യാപിറ്റലാണുള്ളത് എന്നുള്ളതാണ് ഡി ഡി കാണിക്കുന്നത്. ഇ കാണിക്കുന്നത് എന്താണ്? ലാബർ കൺസ്ട്രെയിന്റ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ക്യാപിറ്റലിനെയോ ഇതിന്റെ അപ്പുറത്തേക്ക് ലാബറിനെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നോക്കൂ, അറ്റ് പോയിന്റ് എ പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ്. എ എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് വിചാരിക്കുക. Assume textiles as a labor intensive good and software as a capital intensive good. ഇവിടെ രണ്ട് ഐറ്റംസിനെയാണ് നമ്മൾ കാണിക്കുന്നത്, ടെക്സ്റ്റൈൽസിനെയും സോഫ്റ്റ്വെയറിനെയും. ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുമാണ്. ആൻഡ് ദെയർ പ്രൊഡക്ഷൻ ഈസ് ഡെപിക്റ്റഡ് ബൈ C1 C2. C1 C2 ഫോർ ടെക്സ്റ്റൈൽസ് ആണ്, S1 S2 ഫോർ സോഫ്റ്റ്വെയർ. ഈ S1 S2 കാണിക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ പ്രൊഡക്ഷനെയും ഈ C1 C2 കാണിക്കുന്നത് ഏതിന്റെ പ്രൊഡക്ഷനെയുമാണ്? നമ്മുടെ ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റൈൽസിന്റെ പ്രൊഡക്ഷനെയുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ആൻഡ് ഇൻക്രീസ് ഇൻ ദി വേജ് ഓഫ് ദി ലാബർ which causes an outward parallel shift in the labor constraint line from DD to D1 D1. DD ആയിരുന്നല്ലോ എന്ത്, നമ്മുടെ ലാബറിന്റെ കൺസ്ട്രെയിന്റ് കാണിക്കുന്നത് ഏതായിരുന്നു? ഡി ആയിരുന്നു അല്ലെ, ഡി കർവ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്ത് സംഭവിക്കുകയാണ്? വേജ് ഓഫ് ദി ലാബർ കൂടുകയാണ്. ഇൻക്രീസ് ഇൻ ദി വേജ് ഓഫ് ദി ലാബർ which will cause the outward parallel shift in the labor constraint line from D to D1 D1ലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? പാരലൽ ആയിട്ട് ആര് ഷിഫ്റ്റ് ചെയ്യാണ്? ലാബർ കൺസ്ട്രെയിന്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓൾസോ ഷിഫ്റ്റ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് എന്ത് ചെയ്യും? ആര് ഷിഫ്റ്റ് ചെയ്യപ്പെടും? ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ആ ഒരു ടേക്ക് പ്ലേസ് ചെയ്യുന്ന പോയിന്റും ഷിഫ്റ്റ് ചെയ്യപ്പെടും. പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽസ്, ദി ലാബർ ഇന്റൻസീവ് ഗുഡ് വിൽ ഷിഫ്റ്റ് ഫ്രം C1 ടു C2. C1ൽ നിന്നും ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? C2ലേക്ക്. ഏതിന്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്? ലാബർ ഇന്റൻസീവ് ഗുഡിന്റെ ഇൻക്രീസിങ് സംഭവിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ, ദ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് വിൽ fall from S1 ടു S2 അല്ലെ. ഇതിലായിരുന്നു എ എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നിന്നും S2 പ്രൊഡക്ഷനിൽ നിന്നും S1 പ്രൊഡക്ഷനിലേക്ക് ഏതിന്റെ ഗുഡ് കുറയുന്നുണ്ട്? ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയുടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് കുറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ലാബർ കൺസ്ട്രെയിന്റ് കൂടുകയാണ്, അല്ലെങ്കിൽ ലാബേഴ്സിന്റെ വെയിറ്റ് കൂടുകയാണ്. അതിനർത്ഥം ലാബേഴ്സിന്റെ അളവ് കൂടുകയാണ്, ലാബേഴ്സിന്റെ ഡിമാൻഡ് കൂടുകയാണ്. അത് DDയിൽ നിന്നും D1 ആയിട്ട് ലാബേഴ്സിന്റെ അളവ് കൂടുമ്പോൾ, ലാബേഴ്സിന്റെ അബണ്ടൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എയിൽ നടത്തിയിരുന്ന പ്രൊഡക്ഷൻ, ലാബേഴ്സിന്റെ കൂടുതൽ യൂസ് ചെയ്തിട്ടല്ലേ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ എയിൽ നടത്തിയിരുന്ന പ്രൊഡക്ഷൻ ബിയിലേക്ക് മാറുകയും അവിടെ ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൂടുകയും ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാരം. നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഗ്രാഫിക്കലി അനലൈസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇഫ് ദി എൻഡോമെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദി ക്യാപിറ്റൽ കൺസ്ട്രെയിന്റ് വിൽ ഷിഫ്റ്റ് ഔട്ട്. ക്യാപിറ്റൽ എൻഡോമെന്റ് ആണ് ഇതേ സമയം കൂടുന്നതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൺസ്ട്രെയിന്റ് എന്ത് ചെയ്യും? ഔട്ട്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സോഫ്റ്റ്വെയറിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ടെക്സ്റ്റൈൽസിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. സോഫ്റ്റ്വെയർ അല്ലെ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാബർ കൺസ്ട്രെയിന്റ് കർവ് is steeper than capital constraint curve. The software is a capital intensive item while textile is a labor intensive item. This means that an increase in country's endowment of a factor will cause an increase in the output of the good which uses the factor intensively and decreases the output of other good. ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയിൽ ക്യാപിറ്റൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ലാബർ ഇന്റൻസീവ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ സാരം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാം. ഇത് 2010 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി എക്ഷർ-ഓഹ്ലിംഗ് മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം റിക്കാർഡിയൻ മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്? എക്ഷർ-ഓഹ്ലിംഗ് തിയറം എന്താണെന്ന് എഴുതുക. എങ്ങനെയാണിത്? റിക്കാർഡിയൻ മോഡൽ എന്താണെന്ന് ചുരുക്കി എഴുതുക.
എന്നിട്ട് എങ്ങനെയാണ് എക്ഷർ ഓലിൻ മോഡൽ റിക്കാർഡിയൻ മോഡലിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നു? റിക്കാർഡിയൻ കമ്പാരേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എക്ഷർ ഓലിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എന്തുകൊണ്ട് ഈ കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ കാരണമാണ് ആര് പറയുന്നത്? HO തിയറിയിൽ പറയുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ഇനി ആ വർഷം തന്നെ ചോദിച്ചിട്ടുള്ള 12 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് സ്റ്റോപ്ലെസ് സാമുവൽസൺ തിയറം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ജസ്റ്റ് സ്റ്റോപ്ലെസ് സാമുവൽസൺ തിയറം എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി, 12 മാർക്ക് കിട്ടും. അതായത് സ്റ്റോപ്ലെസ് സാമുവൽസന്റെ അഡ്വാൻറ്റേജും എഴുതുക, ഡിസഡ്വാൻറ്റേജും എഴുതണം. തിയറം എഴുതിയതിനു ശേഷം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ അഡ്വാൻറ്റേജ് വേർഷനും എഴുതണം, ഡിസഡ്വാൻറ്റേജ് വേർഷനും എഴുതണം. ഇനി 2013 ഡിസംബറിലേക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എക്ഷർ ഓലിൻ മോഡൽ ആൻഡ് ആൾസോ അനലൈസ് ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. എന്ത് ചെയ്യണം? ഫീച്ചേഴ്സ് ഓഫ് എക്ഷർ ഓലിൻ മോഡലിനെ ജസ്റ്റ് അനലൈസ് ചെയ്യുക, അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് എടുത്ത് പറയുക, ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം എന്താണെന്ന് എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അതും കേട്ടോ. 20 മാർക്ക് കിട്ടും. നോക്കൂ, എക്ഷർ ഓലിൻ തിയറത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലായ്പ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്ഷർ ഓലിൻ തിയറം. ഒരു എസ്സേക്ക് എക്ഷർ ഓലിൻ തിയറത്തെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. നോക്കൂ, 2014 നെക്സ്റ്റ് ഇയറിൽ ചോദിച്ചതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് എക്ഷർ ഓലിൻ മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? HO തിയറി എഴുതി വെക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് HO തിയറി മൊത്തം എഴുതിയതിനു ശേഷം ലാസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനൊന്നും കൂടെ എടുത്തെഴുതാം. അതായത് അബണ്ടന്റ് കൺട്രി, എൻഡോർഡ് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തെഴുതാം. എക്സ്പ്ലെയിൻ ദി റെലവൻസ് ഓഫ് ദിസ് മോഡൽ ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ്. എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി എന്താണ്, എല്ലാ കൺട്രീസും അവരുടെ അഡ്വാൻറ്റേജിന്റെ ബേസിലാണ് എന്ത് നടത്തുന്നത്? ട്രേഡ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും എൻഡോർഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഗ്ലോബലൈസേഷന്റെ പീരീഡ് കൂടെയാണ്, ലിബറലൈസേഷന്റെ പീരീഡ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിൾ ആവുന്ന കാലഘട്ടം കൂടെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഇമ്പോർട്ടൻസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then 2014 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡസ് ദി ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം പോസ്റ്റുലേറ്റ്, വാട്ട് ഈസ് റിലേഷൻ വിത്ത് ഇന്റർനാഷണൽ മൊബിലിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം എന്താ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക. ദെൻ എങ്ങനെയാണ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് സാധ്യമാവുന്നത്? ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറത്തിൽ പറയുന്നത് ഫാക്ടേഴ്സ് ഗുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് പോലെ തന്നെ ലാബ് എന്താണ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇവിടുത്തെ ലാബേഴ്സിനെ അങ്ങോട്ട് എത്തിക്കാനും അവിടുത്തെ ലാബേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ 2015 എക്ഷർ ഓലിൻ മോഡലിനെ ചോദിച്ചിട്ടുണ്ട്. റിക്കാർഡിയൻ മോഡലിൽ നിന്നും അത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ആവുന്നത് എന്നുള്ളതുമാണ് ഒരു ചോദ്യമായിട്ട് കാണുന്നത്. സോ അത് രണ്ട് മോഡലും എഴുതി വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2016 ഡിസംബറിൽ വാട്ട് തിയറം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അസംപ്ഷൻ ഇൻ ദി എക്ഷർ ഓലിൻ മോഡൽ. Two countries share the same technology and markets are perfectly competitive. അപ്പൊ ഇതിൽ 20 മാർക്കിന്റെ ഒരു AC ആണത് കാണുന്നത്. അതായത് HO തിയറിയുടെ അസംഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. Theorem is derived from the assumption in HO model. The two countries are the same technology and the markets are perfectly competitive. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയാലാണ് എന്തിനനുസരിച്ച് മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? റിവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. മാർജിനൽ പ്രൊഡക്ടിവിറ്റിയിലെ മാറ്റം അനുസരിച്ച് പ്രൈസസിലും മാറ്റം വരും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായാൽ എന്താണ്? ടെക്നോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായാൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള കൺട്രീസ് എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടും മറ്റു കൺട്രീസ് എപ്പോഴും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടും തുടരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, 2016 18 ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കൂ. സ്റ്റോപ്ലെസ് സാമുവൽസൺ തിയറത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് HO തിയറം പോലെ തന്നെ സ്റ്റോപ്ലെസ് സാമുവൽസൺ തിയറത്തിനും പ്രാധാന്യമുണ്ട്. ദെൻ ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ഇൻവാലിഡേറ്റ് ദി എക്ഷർ ഓലിൻ തിയറം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്? അപ്പൊ ലിയോണ്ടിഫ് പാരഡോക്സ് പറഞ്ഞപ്പോഴാണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത് HO തിയറിയുടെ ഒരു പാരഡോക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് ലിയോണ്ടിഫ് ഇതിൽ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് HO തിയറിയിൽ എന്താ പറയുന്നത്? ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ചെയ്യും, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ലാബർ ഇന്റൻസീവ് ലാബർ അബണ്ടന്റ് ഫാക്ടേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ലിയോണ്ടിഫ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ US ബേസ് ചെയ്തൊരു സ്റ്റഡി നടത്തുകയും ആ സ്റ്റഡിയിൽ കണ്ടിട്ടുള്ളത് എന്താണ്? ഇതിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ലിയോണ്ടിഫിൽ എത്തിയിട്ടുള്ളത്. അതെന്തായിരുന്നു? US എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രിയാണ്. പക്ഷെ എന്നിട്ട് കൂടി US എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനു ഓപ്പോസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്? അല്ലെ, HO തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ല ഈ ഒരു ഫൈൻഡിങ്സ് കണക്കാക്കുന്നത്. പക്ഷെ ലിയോണ്ടിഫ് എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായിട്ടും ആരെ ഒഴിവാക്കുന്നില്ല?
എക്ഷർ ഓലിൻ തിയറിയെ ഒഴിവാക്കുന്നില്ല. പക്ഷെ ഇതിനുള്ള റീസണും കൂടെ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ക്ലൈമറ്റ്, അതുപോലുള്ള ഇഷ്യൂസ് ഇതിനെ അഫക്ട് ചെയ്തേക്കാം. ദെൻ US എന്ന് പറയുന്നത് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആണെങ്കിൽ കൂടി ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൂടുതൽ ആവശ്യകത വന്നേക്കാം. അതുകൊണ്ട് തന്നെ US-ലുള്ള ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡിനെ തികയാതെ വരുമ്പോഴായിരിക്കാം മറ്റു കൺട്രീസിനെ അത് ആശ്രയിക്കുന്നത്. ദെൻ ലാബേഴ്സ് എന്ന് പറയുന്നത്, ലാബേഴ്സ് കുറവാണെങ്കിൽ കൂടി ലാബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ്, മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3 മടങ്ങ് പ്രൊഡക്റ്റീവ് ആണ് ആര്, US-ലെ ലാബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ലാബർ എടുക്കുന്ന മറ്റു രാജ്യങ്ങളിൽ 3 ലാബേഴ്സ് ഒരുമിച്ച് എടുക്കുന്ന പണി ഇവിടെ ഒരു ലാബർ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് കഴിയും. അത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ലാബേഴ്സ് ആണുള്ളത്. അതുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കൂടാനും അത്തരം കൂട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ആര് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള റീസണും കൂടെ ആര് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലിയോൺ ഡീഫ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാടെ എച്ച്ഒ തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കണ്ടെത്തിയെങ്കിൽ കൂടി അത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, എച്ച്ഒ തിയറിയെ പാടെ അവഗണിക്കുന്നില്ല, എച്ച്ഒ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷെ ആ സ്റ്റഡിക്ക് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിന് അദ്ദേഹം തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. ഇനി 2019 കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കും. എക്ഷർ ഓലിൻ മോഡലിന്റെ അസംഷനെയും കാര്യങ്ങളെയും ഒക്കെ ടെക്നോളജിയെയും പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെയും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ലിയോൺ ഡീഫ് പാരഡോക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡു യു തിങ്ക് ഇറ്റ് ഇൻവാലിഡേറ്റ്സ് ദി എച്ച്ഒ തിയറം എന്നുള്ളതാണ്. എച്ച്ഒ തിയറത്തെ ഇത് ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് ഒബ്വിയസ്ലി അത് തള്ളിക്കളയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള റീസൺസും ലിയോൺ ഡീഫ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ലിയോൺ ഡീഫ് പാരഡോക്സിനെ കുറിച്ച് ഈ അടുത്തായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ദെൻ റൈബ്സിൻസ്കി തിയറത്തെ കുറിച്ചും എച്ച്ഒ തിയറത്തെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. വാട്ട് തിയറം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അസംപ്ഷൻ ഓഫ് ദി എച്ച്ഒ മോഡൽ. നേരത്തെ കണ്ടതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് റൈബ്സിൻസ്കി തിയറത്തെയും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം തിയറീസ് ഒക്കെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, മെർക്കന്റലിസം, ദെൻ എച്ച്ഒ തിയറം, റൈബ്സിൻസ്കി തിയറം, പോസ്റ്റ്ലർ സാമുവൽസൺ തിയറം, സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം, ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം. ഈ തിയറീസിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അതിൽ എച്ച്ഒ തിയറിയെ കുറിച്ചും കമ്പറേറ്റീവ് അഡ്വാൻറ്റേജിനെ കുറിച്ചൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു എസ്സേ രൂപേണ തന്നെ അതിനെ മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം.